ഒന്ന് അമർത്തിക്ക്. അമർത്തിക്ക്. ആ ഞെക്ക് ഞെക്ക്. ആ ഞെക്ക്. അപ്പൊ ഇനി അച്ഛൻ എന്നാ ആവശ്യം ഉണ്ടെങ്കിലും ആ ബെല്ല് അമർത്തിയാൽ മതി. ഈ ബെല്ല് ഇവിടെ ഉണ്ടാവും. ഓക്കെ? എന്നാ ഞാൻ പോയി അച്ഛനുള്ള ഭക്ഷണമായിട്ട് വരാവേ. എന്നാ പറ്റി? അത് ശരി, വരുന്നു. നീ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇല്ലില്ല. അപ്പൊ നീ പോയിട്ട് വരുമോ? ആ, അതെന്നതാ ഒരു ഒച്ച കേൾക്കുന്നേ? അച്ഛൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ നമ്മളെ വിളിക്കാൻ പാകത്തിനൊരു ബെല്ലിയാൻ വെച്ചു കൊടുത്തായിരുന്നു. അതാ. ആഹാ, അതുകൊള്ളാലോ. പക്ഷെ അതിപ്പോ എനിക്ക് തന്നെ പണിയാവുന്ന തോന്നുന്നു. എന്താ ഈ സൗണ്ട്? വാ കാണിച്ചാ. അച്ഛാ, പുലിവരുന്ന കളി ഇതേ കളിച്ച് ആവശ്യത്തിന് വിളിക്കുമ്പോൾ ആള് വരുമല്ലോ കേട്ടോ. ഇതാകുമ്പോൾ നമ്മൾ ബംഗ്ലാവിൽ എവിട്ടിരുന്നാലും വേണ്ട പച്ചാനെ വിളിക്കാലോ. വാവ്, ഇംപ്രസീവ്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമാന് ഇന്നത്തെ ലഞ്ച് എൻ്റെ വക. എന്ത് പറയുന്നു? അതും കൂടെ അനുഭവിക്കാൻ എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ ആവട്ടെ. ബെൽ, ആ ലഞ്ച് റെഡിയായി. ആ ഞാൻ ഇത് കൊടുത്തേച്ച് വരാവേ. വേഗം വാ. അച്ചായ ആർക്ക് അച്ചായ? അച്ചായ എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ പോണോ? ഒന്ന് തുറന്നേ. വേണ്ടേ വേണ്ട, ഞാൻ കഴിച്ചേച്ചും വന്നിട്ട് ബാക്കി തരാവേ. ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ, കഴിച്ചേച്ച് വരാവേ. ഹായ്. ഹായ്, ഇരിക്കെ. ഞാൻ ഒന്ന് കൈ കഴുകിയ ശേഷം വരാം. സോറി. ബീഫ് എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയതാ. ഓ, ഇത് വഴറ്റി എണ്ണ ഉലുവ പൊട്ടിച്ചായിരുന്നല്ലേ? ഓ, കുക്കിംഗ് ഒക്കെ അറിയോ? എനിക്കറിയത്തൊന്നുമില്ല. എൻ്റെ വല്യമ്മച്ചി അങ്ങനെ ഉണ്ടാക്കാറ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ, എന്നാ കുറച്ച് എടുത്തോളൂ, അമ്മയ്ക്ക് കൊടുക്കാലോ. ഓ, അമ്മ മരിച്ചു പോയി. ഇപ്പൊ വല്യമ്മച്ചി മാത്രമേ ഉള്ളൂ. ഓ സോറി. കുഴപ്പമൊന്നുമില്ല, വല്യമ്മച്ചി നല്ല കുക്കാണ്. ആ ചേച്ചി പറയും. അതിന് എൻ്റെ ആവശ്യം കഴിഞ്ഞു. എവിടെ വരണ്ടേ? മതിയോ? ശരിയാ, കവലയിലാകുമ്പോൾ തീരെ ആളുകൾ ഉണ്ടാവില്ലല്ലോ. അതെ, ഞാൻ നിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ വർക്കില്ല ആക്ച്വലി. ശരി. സംസാരിച്ചൂടായിരുന്നോ? ഹേയ്, നമുക്ക് സംസാരിക്കാലോ. അതത്ര അർജന്റൊന്നും അല്ല. ആരായി ജിജി? ഞാൻ ഇസ്രായേലിൽ പോകാനൊരു ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജിജി ആ ഏജൻസിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാ. അത്രേ ഉള്ളൂ?
അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചാ അത്രയല്ല. പിന്നെത്ര? ഓ, അങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ മാത്രമൊന്നും ഇല്ലെന്ന്. മനസ്സിലായി. ഒരെണ്ണേ ഉള്ളോന്നാണ് എൻ്റെ സംശയം. ഇതൊരു കുടുംബം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള അതിന് ഒരു മോല് നടക്കരുന്നേ. ശ്ശോ, പാവം. എന്നാ പിന്നെ ഒരെണ്ണം കൂടി ആവാല്ലേ? ആവാം. പപ്പടമായിരുന്നു ഉദ്ദേശിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ പ്രേമത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് പോരല്ലേ? ഓ, അതുള്ളത് ഇല്ലാത്തൊക്കെ ഒരേപോലെ. അപ്പോ എന്തെങ്കിലും നടക്കുന്നത് വേണം. നടക്കുന്നതല്ല, ഓടുന്നത്. ഓടി ഓടി എവിടം വരെ എത്തും? ഓടി ഓടി ഇഷ്ടപ്പെടുന്ന ആളുടെ മനസ്സിലെത്തും. എന്നിട്ട് അവിടുന്ന് നെറ്റി വഴി മൂക്ക്, ചുണ്ട്, കഴുത്ത്, അങ്ങനെ എത്താൻ പറ്റുന്ന എല്ലായിടത്തും എത്തണം. ഞാൻ പറയുന്നത് നേരെ തിരിച്ചു വേണമെന്ന്. എങ്ങനെ? ഇതിൻ്റെയൊക്കെ അവസാനമല്ലേ ഒരാളുടെ മനസ്സിലേക്ക് എത്തുന്നത്? അത് പൊളിച്ച്. ശരിക്കും നമ്മൾ രണ്ടുപേരും ഒരേ ലൈനിലാണ് ചിന്തിക്കുന്നതല്ലേ? ഏയ്, കുറച്ചു മുമ്പല്ലേ ബെല്ല് നേരെ തിരിച്ചു പറഞ്ഞത്? അതിപ്പോ ഓരോ അനുഭവങ്ങളിൽ നിന്നാണല്ലോ നമ്മള് ഓരോന്ന് മനസ്സിലാക്കുന്നത്. എന്ത്? ഇപ്പൊ ഞാൻ ഇവളുടെ മനസ്സിൽ കയറി, പക്ഷെ സത്യമായിട്ട് നെറ്റിക്ക് താഴെ ഇവിടെയും എത്താൻ പറ്റിയിട്ടില്ല. ഷോ, പാവം. ഇനി ഞാൻ വിളമ്പി തരില്ല. ആവശ്യമുള്ളതെടുത്ത് കഴിക്കണം. എന്നാ ചേച്ചാ? ഇത് ചേച്ചിയാണോ എടുത്തു കൊടുത്തത്? ആ, ഞാൻ ഇവിടെ തുടച്ചുകൊണ്ടിരുന്ന പച്ചാൻ ഭയങ്കരമായിട്ട് ഞരങ്ങും മൂളം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് വെച്ചെന്ന്. ഇത് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ പറഞ്ഞതല്ലേ ചായ? ഈ കഞ്ഞി കുടിക്കുന്നോ ബാക്കി? എന്നാ ഇത് കളഞ്ഞേക്കട്ടെ.